നമസ്കാരം പ്രശാന്ത് സാർ. ചൊറി വരാൻ താല്പര്യമില്ലാത്തതിനാൽ കുംഭമേളയിൽ കുളിച്ചില്ല. ഫുട്ബോളർ CK വിനീതിന്റെ പ്രസ്താവനയാണിത്. എന്നാൽ ഇത് അദ്ദേഹത്തിന് തന്നെ പൊല്ലാപ്പിലാക്കിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ നിന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിന് ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്നു. എന്താണ് സാർ കൂടുതൽ വിവരങ്ങൾ? മാതൃഭൂമിയുടെ അക്ഷരോത്സവം പരിപാടിയിലാണ് പുള്ളി ഇത് പറഞ്ഞത്. മാതൃഭൂമി ഇന്നലെ അതിന്റെ പുറത്തുവിട്ടതിന് ശേഷം ഈ CK വിനീത് ഏറല. അപ്പൊ പുള്ളിക്ക് ചൊറി വരുന്നതിന്റെ കാരണം ഗംഗയിൽ കുളിച്ചാലാണെന്ന് ആണ് പുള്ളിയുടെ ധാരണ. അപ്പൊ ഗംഗയിൽ കുളിക്കാതെ അദ്ദേഹം അവിടെ ചെന്നിട്ട് പറഞ്ഞ് ഗംഗയിൽ കുളിക്കാതെ പുള്ളി തിരിച്ചു പോകുന്നു. എനിക്ക് ചൊറി വരാൻ താല്പര്യമില്ല. പുള്ളി അവിടെ ചെന്നു, കണ്ടു, കുംഭമേള കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് അതിനകത്ത് വലിയ അതിശയോക്തി ഒന്നും തോന്നുന്നില്ല. അപ്പൊ നേരത്തെ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകളും ഒക്കെ കുംഭമേളയെ പറ്റി വളരെ നല്ലതായിട്ടായിരുന്നു. ആണ് ഏറ്റവും ഭക്തിനിർഭരമായിട്ടുള്ള പോസ്റ്റുകൾ. അപ്പൊ ഇന്നലെ മാതൃഭൂമി അക്ഷരോത്സവത്തിനകത്ത് ഇദ്ദേഹത്തിന് ഇത്തരത്തിലൊരു തീരുമാനം പെട്ടെന്ന് വരാൻ കാരണം എന്താണെന്ന് നമ്മൾക്കറിയത്തില്ല. ആ ചൊറിയുടെ കാരണം എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും അതൊരു ചൊറിയായിരുന്നു. അതിനെപ്പറ്റി നമുക്ക് ഈ പ്രബുദ്ധരാണ് കേരളക്കാർ. ഇപ്പൊ എനിക്കും അഖിലയ്ക്കും ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്പർ 1 ആണെന്നൊരു തോന്നലുണ്ട്. പക്ഷെ നമ്മളൊരു ബിഗ് സീറോ ആണെന്നാണ് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. കേരളക്കാരുടെ പ്രശ്നം ഞങ്ങൾ നമ്പർ 1 ആണ്, ഞങ്ങൾ എല്ലായിടത്തിലും പ്രശ്നമാണ്. അപ്പൊ അവിടുന്ന് ഇദ്ദേഹം ഈ ചൊറി വരാതിരിക്കാൻ വേണ്ടി കേരളത്തിൽ വന്ന് കുളിക്കുമ്പോൾ ഇവിടുത്തെ ജലാശയത്തിലെ വെള്ളത്തെ പറ്റിയുള്ള റിപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ ഗംഗയിലെ വെള്ളത്തെ പറ്റിയും ഇപ്പൊ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കാരണം ഡെയിലി ഗംഗയിലെ ഈ കുംഭമേള നടക്കുന്നുണ്ട്. ഇപ്പൊ 56 കോടി ജനം വന്നു കഴിഞ്ഞു. അപ്പൊ അവിടെ ഡെയിലി റിപ്പോർട്ട് അവിടെ എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ലോകത്തുടനീളമുള്ള നരേന്ദ്രമോദി കുളിച്ചില്ലേ, നിങ്ങൾക്ക് ഇപ്പൊ അഖിലേക്കറിയാമല്ലോ, നരേന്ദ്രമോദി കുളിക്കുന്ന സമയത്തും അല്ലെങ്കിൽ അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണത്തിനും അദ്ദേഹം നടക്കുന്ന സംവിധാനത്തിനകത്തും ഒക്കെയുള്ള പരിശോധനയും അല്ലെങ്കിൽ അത് വേണ്ടതുമാണല്ലോ. അപ്പൊ അദ്ദേഹം അവിടെ വന്ന് കുളിക്കുന്ന വെള്ളം ഏതായാലും ഇനി മോദി പറയുക ഞാൻ ഈ ഈക്കോളിൻ ബാക്ടീരിയ ഉള്ള വെള്ളത്തിൽ കുളിച്ചോളാം, എന്റെ വിശ്വാസമാണെന്ന് പറഞ്ഞാല് അത് അനുവദിച്ചു കൊടുക്കത്തില്ല. കാരണം അദ്ദേഹത്തിന്റെ പൊസിഷൻ അത്രയ്ക്ക് വലുതാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യ അതുപോലുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേറെ ആൾക്കാരുണ്ട്. അതിനകത്ത് അദ്ദേഹത്തിന് ഒന്നും തീരുമാനം എടുക്കത്തില്ല. അപ്പൊ അദ്ദേഹം അവിടെ വന്ന് കുളിച്ചതാ. രാഷ്ട്രപതി അവിടെ പോയി കുളിച്ചതാ. ലോകത്ത് ഈ CK വിനീത് എന്ന് പറഞ്ഞ മുൻ ഫുട്ബോളറെ നമ്മൾ ബഹുമാനക്കുറവുകൂടിയും സംസാരിക്കുന്നില്ല. ഈ ഫുട്ബോളറെക്കാട്ടിൽ വളരെ വലിപ്പത്തിലുള്ള ആൾക്കാര് ഒന്ന് കുളിക്കാൻ കാത്തിരിക്കുക. കാരണം ഒരു പ്രാവശ്യം മുങ്ങാനുള്ള സമയം പോലും കിട്ടത്തില്ല അഖിലേ. അല്ലാതെ വാട്ടർമീ പാർക്കൊന്നും അല്ലല്ലോ. കാരണം ഒരു പ്രാവശ്യം മുങ്ങാനുള്ള സമയത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ലോകത്തിലെ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ വിശിഷ്ടാതിഥികളും വലിയ കോടീശ്വരന്മാരും നമ്മൾ അതിശയത്തോടുകൂടി കാണുന്നവരും ഒക്കെ വന്ന് കുളിച്ചിരിക്കുന്നിടത്താണ് ഇദ്ദേഹത്തിന്റെ പുതിയ കണ്ടെത്തൽ. ഞാൻ ഈ ഗംഗയിൽ കുളിക്കുന്നത് തിരിച്ചു പോകുന്നു, എനിക്കിത് വലിയ അതിശയത്തോടു കൂടി കുംഭമേള തോന്നിയില്ല, ചൊറി വരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അദ്ദേഹം അങ്ങനെ അക്ഷരോത്സവത്തിൽ പറഞ്ഞു. കാരണം ഇതിനു മുമ്പ് അദ്ദേഹം ഈ കുംഭമേളയെ പറ്റി വളരെ നല്ലതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ബഹുമാനപ്പെട്ട CK വിനീതിനോട് പറയാനുള്ളത്, നമ്മള് ഈ ഇവിടെ 2 കൊല്ലത്തിന് മുമ്പ് വന്ന അല്ലെങ്കിൽ അദ്ദേഹം കുളിക്കാൻ തിരിച്ചു വന്ന കേരളത്തിലെ ജലാശയത്തിലെ അല്ലെങ്കിൽ ഈക്കോളിൻ ബാക്ടീരിയയുടെയും അദ്ദേഹം കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന്റെ ഈക്കോളിൻ ബാക്ടീരിയയുടെയും ഒക്കെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള അല്ലെങ്കിൽ കണ്ടെത്തിയിട്ടുള്ള അവസ്ഥ നമ്മൾ ഒന്ന് പറഞ്ഞ അദ്ദേഹം ഒന്ന് കേൾക്കട്ടെ, അല്ലെങ്കിൽ ജനം ഒന്ന് കേൾക്കട്ടെ. അപ്പൊ മാത്രമല്ല ഗംഗയിലെ അവസ്ഥ, ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പോൾ അതും പറയാം. അപ്പൊ ഈ ഗംഗയിലെ വെള്ളത്തിൽ കുളിച്ചാൽ ചൊറി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അജയ് സോക്കർ എന്ന് പറയുന്ന പത്മശ്രീ കിട്ടിയ നമ്മുടെ ഒരു ശാസ്ത്രജ്ഞൻ, അപ്പൊ ലോകം അംഗീകരിക്കുന്ന ശാസ്ത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ശാസ്ത്രീയമായിട്ടുള്ള തർക്കങ്ങളും അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ചർച്ചകളും ഒക്കെ നടത്തുന്നത് നമ്മുടെ മുൻ രാഷ്ട്രപതിയായിട്ടുള്ള മിസൈൽ മാൻ ഉണ്ടല്ലോ, അബ്ദുൽ കലാം, അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് ചർച്ച നടത്തുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ. അദ്ദേഹം 5 ഘട്ടുകളിൽ നിന്നായിട്ട് ഈ ഗംഗാജലം എടുത്ത് പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം പുറത്തുവിട്ടിരിക്കുന്ന ഒരു റിപ്പോർട്ടുണ്ട്. ഗംഗാജലം ക്ഷാരവെള്ളം പോലെ കുളിക്കാനും കുടിക്കാനും പറ്റുന്ന അവസ്ഥയിലുള്ള വെള്ളമാണ്, അതിനകത്ത് യാതൊരു മാലിന്യവുമില്ല ഈ അവസ്ഥയിൽ. അപ്പൊ ഈ റിപ്പോർട്ട് ഇപ്പോഴത്തെ റിപ്പോർട്ടാണ്. മാത്രമല്ല ഗംഗ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി മാത്രം ഈ കുംഭമേളയ്ക്ക് മാറ്റിവെച്ചിരിക്കുന്ന 1600 കോടി രൂപയാണ്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലോക നിലവാരത്തിലുള്ള സിസ്റ്റമാണ്. കാരണം ഈ ടോയ്ലറ്റുകളൊക്കെ ലക്ഷക്കണക്കിന് ടോയ്ലറ്റുകളുണ്ട്. ഈ ടോയ്ലറ്റുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ശുദ്ധീകരണത്തിന് വേണ്ടി അവിടെ ഉപയോഗിച്ചിരിക്കുന്ന സംവിധാനം എന്ന് പറഞ്ഞാല് നമ്മൾ ഈ പറയുന്ന മലിനജലം അല്ലെങ്കിൽ ഈ കക്കൂസുകളിൽ ഉപയോഗിക്കുന്ന ജലമൊക്കെ ആണവ സാങ്കേതിക വിദ്യയാണ്. അപ്പം ആണവ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ്, ഇതൊക്കെ ഒന്ന് വെളിയിൽ വന്നിട്ടില്ല. ആണവ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് അവിടെ ഈ ടോയ്ലറ്റ് മാലിന്യവും അല്ലെങ്കിൽ
മോശമായ വെള്ളവും ഒക്കെ ശുദ്ധീകരിക്കുന്നത്. ഈ ടാങ്കുകളിൽ നിന്ന് അല്ലെങ്കിൽ ഇത്തരത്തിൽ മലിനജലവും അല്ലെങ്കിൽ ഈ ടോയ്ലറ്റ് മാലിന്യവും ഒക്കെ ആ പ്രദേശത്തു നിന്ന് 200 കിലോമീറ്റർ അപ്പുറത്താണ് വലിയൊരു ടാങ്കിൽ ശേഖരിക്കുന്നത്. അവിടെ നിന്നാണ് ഓരോ ദിവസവും ഇത് ശുദ്ധീകരിച്ചു പോകുന്നത്. അപ്പൊ ആ രീതിയിൽ യാതൊരു കാരണവശാലും മലിനമാവാൻ സാധ്യത ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും അവിടെ ചെയ്യുന്നില്ല. അതിനുവേണ്ടി മാത്രം 1600 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഉത്തർപ്രദേശിലെ UP ഗവൺമെന്റ് ഓരോ ദിവസവും ഒരു ദിവസം 4-5 തവണ ആ ഡിപ്പാർട്ട്മെന്റിനെ ഉപയോഗിച്ച് ഈ ജലം പരിശോധിച്ചുകൊണ്ട് കൂടിയിരിക്കുകയാണ്. 1800 കാലഘട്ടത്തില് വിദേശത്തു നിന്ന് വന്ന ഒരു ശാസ്ത്രജ്ഞൻ അദ്ദേഹം പരിശോധിച്ച് നേരത്തെ റിപ്പോർട്ട് നമ്മുടെ എനിക്ക് തോന്നുന്ന ലോകത്ത് അദ്ദേഹം പുസ്തകം തന്നെ ഇറക്കിയിട്ടുണ്ട്. അന്ന് ഈ ഗംഗയിൽ ഈ അറിയാമല്ലോ ഈ ജഡം ഒഴുകി നടക്കുന്ന ഒരവസ്ഥ, ഗംഗയിലെ ജലം എത്രത്തോളം ശുദ്ധമാണെന്ന് പരിശോധിക്കുന്ന ഒരവസ്ഥ നമ്മൾ അതിശയത്തോടുകൂടി കാണണ്ടായി. അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട്, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. നമ്മുടെ ടോക്കിനകത്ത് തന്നെ രാമേന്ദ്ര സാർ ഒരു ദിവസം പറഞ്ഞതാ. അപ്പം അദ്ദേഹം വന്ന് പരിശോധിച്ചപ്പോൾ ഈ ഒഴുകി നടക്കുന്ന ഗംഗയിലെ ജലം പരിശോധിക്കുമ്പോൾ അതിനകത്ത് ഈ കോളിഫോർ ബാക്ടീരിയ ഇല്ല. അതായത് ഗംഗയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധീകരിക്കുന്നു എന്നാണ് പുള്ളി പറഞ്ഞത്. അത് 1800 കാലഘട്ടത്തിലാണ് അതിന്റെ ആ തെളിവും ആ പുസ്തക രൂപത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു എന്തിനു വേണ്ടി CK വിനീത് പറഞ്ഞു തന്നിട്ട് ഇനിയും CK വിനീത് കുളിക്കാൻ വന്ന കേരളത്തിലെ വെള്ളത്തിന്റെ അവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കും. അതായത് 2 കൊല്ലം മുമ്പ് ഇവിടുത്തെ പൊല്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയ റിപ്പോർട്ടാണ്. ഈ കോളിഫോം ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിനകത്ത് 0 അത് ഉണ്ടാവാൻ പാടില്ല. പിന്നെ 100 വരെ അല്ലെങ്കിൽ 10 വരെ കുടിക്കാനുള്ളത്, അത് 100 വരെ അനുവദനീയം. അപ്പം നമ്മുടെ ഇവിടുത്തെ പരിശോധന അനുസരിച്ച് ഈ എറണാകുളം ജില്ലയിലെ ഈ ഏലൂരില് ഈ 100 മില്ലി ലിറ്റർ വെള്ളമാണ് പരിശോധിക്കുന്നത്. പരിശോധിക്കുമ്പോൾ കോളിഫോം ബാക്ടീരിയയുടെ അളവെന്ന് പറഞ്ഞാൽ 7000 മുതൽ 7900 വരെയാണ്. അതായത് പെരിയാറിന്റെ അവസ്ഥയാ പറയുന്നത്. കേരളത്തിൽ ഇദ്ദേഹം കുളിക്കാൻ വന്ന കേരളത്തിലെ പെരിയാറിന്റെ അവസ്ഥ. പിന്നെ വേമ്പനാട്ട് കായലിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതേപോലെ 7000 മുതൽ 7900 വരെയാണ്. അതുപോലെ തന്നെ ഭൂതത്താൻ കെട്ടിൽ 170 വരെ ഈ കോളിഫോം ബാക്ടീരിയയുടെ ഇടമലയാറ്റിൽ മാത്രം, ഇടമലയാറ്റിൽ കുഴപ്പമില്ല, 100-ൽ താഴെയാ 49. പിന്നെ പാതാളത്ത് 5400, അല്ലെങ്കിൽ കളമശ്ശേരിയിൽ 3200 കോളിഫോം ബാക്ടീരിയയുടെ അളവാണ്. അതുപോലെ ബ്രഹ്മപുരത്ത് 920. അപ്പൊ ഇത്തരത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇട്ടിരിക്കുന്ന റിപ്പോർട്ടാണ്. അദ്ദേഹം പ്രബുദ്ധനാണ്, ഞാൻ കേരളത്തിൽ പോയി കുളിച്ചോളാം എന്ന് പറഞ്ഞ കേരളത്തിലെ ജലാശയത്തിന്റെ അവസ്ഥയാണ്. നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണം. ശബരിമലയിലെ അവസ്ഥ എന്താണെന്ന് അറിയാമോ? ശബരിമലയിൽ പമ്പാ നദിയിൽ ഇവിടുത്തെ തീർത്ഥാടകർ പോയി കുളിക്കുന്നത് പുണ്യമാണെന്ന് പറഞ്ഞ് തിരിച്ചു കയറി പോകുന്നിടത്ത് പരിശോധനയിൽ അവിടുത്തെയും കോളിഫോം ബാക്ടീരിയയുടെ അല്ലെങ്കിൽ തോത് കഴിഞ്ഞ ഏറ്റവും അടുത്ത സമയങ്ങളിൽ പരിശോധിക്കുമ്പോൾ 5000. അപ്പൊ കേരളത്തില് 44% നദികളും അതിനോടനുബന്ധിച്ചിട്ടുള്ള ഉപനദികളുടെയും അല്ലെങ്കിൽ കിണറുകളുടെയും ജലാശയങ്ങളും എല്ലാം പ്രശ്നമാണ്. 80% കിണറുകളിലെ വെള്ളവും കോളിഫോം ബാക്ടീരിയക്ക് ഈ പരിധിക്ക് അപ്പുറം നിൽക്കുന്ന അവസ്ഥയാണ് കേരളത്തിലുള്ളത്. അത് 90% നദികളിലെയും വെള്ളത്തിനകത്ത് ഈ പറയുന്ന കോളിഫോം ബാക്ടീരിയ അനുവദിച്ചിരിക്കുന്നതിനെക്കാട്ടി കൂടുതലാണ്. അതായത് കേരളത്തിലെ നദികളിലെയും നമ്മൾ ഈ പറയുന്ന ഏറ്റവും വിശ്വസിച്ച് കുടിക്കുന്ന കിണറുകളുടെയും അല്ലെങ്കിൽ പൈപ്പിൽ കൂടി ഗവൺമെന്റ് കൊടുക്കുന്ന വെള്ളത്തിന്റെയും ഒക്കെ ശുദ്ധീകരിച്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് അവരതിനകത്ത് ഒരു ഇതിട്ടിട്ടുണ്ട്, ഇടയ്ക്ക് വെച്ച് പൈപ്പ് അങ്ങനെ പൊട്ടി ഇടയ്ക്ക് മാലിന്യം കയറിയാൽ ഞങ്ങൾ കുത്തിനകത്ത് ചിലപ്പോൾ പൈപ്പ് പൊട്ടിയാന്ന് പറയാൻ. അപ്പൊ ആ രീതിയിലേക്കുള്ള കേരളത്തിലേക്കാണ് ഇദ്ദേഹം ചൊറി വരാതെ കുളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം പറയുന്നത് എനിക്കിത് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല, ഇവിടെ വരുന്നവന്മാരില്ല. അതിന്റെ അർത്ഥം എന്തോ, ഇവിടെ വരുന്നവന്മാരെല്ലാം ഭ്രാന്തന്മാരാ, പുള്ളി മാത്രമേ ഉള്ള ഒരു പ്രഭുത്വം. ഞാന് ഗംഗയിൽ കുളിക്കാഞ്ഞത് അവിടുത്തെ കുളിക്കിനകത്തുനിന്ന് ചൊറി വരുന്ന ഒരു അവസ്ഥ കൊണ്ടാണ്. അപ്പം പത്മശ്രീ അജയ് സോക്കർ അല്ലെങ്കിൽ പറഞ്ഞത്, ഈ പത്മശ്രീ അജയ് സോക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ പറയാൻ കാര്യം എന്ന് പറഞ്ഞാല് ഇവിടെ ഈ നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് കേരളത്തില് ഈ അക്ഷരമുറ്റത്തിനകത്ത് പറഞ്ഞ CK വിനീതിനെ ഉൾപ്പെടെ ബഹുമാനത്തോടു കൂടി സംസാരിക്കുന്നത് നമുക്ക് കേരളത്തിലെ റിപ്പോർട്ടുകളും അല്ലെങ്കിൽ ഈ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ പിണറായി വിജയനോ അല്ല നമ്മുടെ ഈ നാട്ടിലുള്ള ആൾക്കാരെ ഒന്നും വലിയ കാര്യമില്ല. ഇവിടുത്തെ മാധ്യമങ്ങൾ ചില മാന്യമായിട്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളെ പോലെ നമുക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യും. BBC എന്തെങ്കിലും പറഞ്ഞാൽ ഓക്കെ. എന്നാ BBC പറഞ്ഞിട്ടുണ്ട്. BBC പറഞ്ഞിരിക്കുന്നത് ഒന്ന് പറയാം. ഈ അജയ്
സോക്കൻ എന്ന് പറയുന്ന നമ്മൾ ഈ പറഞ്ഞ ഗംഗയിലെ ജലം ശുദ്ധമാണ് വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തെ പറ്റി BBC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലൊരു ശാസ്ത്രജ്ഞനെ ലോകത്ത് അതിശയത്തോടു കൂടി കാണിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ മാത്രമാണ് അജയ് സോക്കൻ എന്ന് പലവട്ടം വിളിച്ചു പറഞ്ഞിട്ടുള്ള ആളാണ് BBC. അതായത് നമ്മൾ പറയുന്നതല്ല, ലോകം മൊത്തം അംഗീകരിക്കുന്ന ജപ്പാൻ സാങ്കേതിക വിദ്യയെ പോലും മറികടക്കുന്ന രീതിയിൽ പല സാങ്കേതിക വിദ്യകളും കണ്ടുപിടിച്ച് അവരെ പോലും അതിശയിപ്പിച്ചിട്ടുള്ള ഒരു വലിയ മനുഷ്യനാണ് പറയുന്നത് ഗംഗയിലെ വെള്ളം കൊണ്ട് കുടിച്ചാൽ ചൊറി വരില്ല, ആ വെള്ളം ക്ഷാരവെള്ളം പോലെ ശുദ്ധമാണ്, ആ വെള്ളം കുടിക്കാനും കൊള്ളാം, അത് ഇപ്പോഴും എപ്പോഴത്തെ അവസ്ഥ ഏതാണ്. അതുകൊണ്ട് CK വിനീത് പറഞ്ഞ ചൊറി എന്തിന്റെ ചൊറിയാണെന്നുള്ള കാര്യം നമ്മൾക്കറിയത്തില്ല. ഒരു സുപ്രഭാതത്തിൽ ഇതുവരെ കുംഭമേളയും ഗംഗയിലെ വെള്ളവും അവിടുത്തെ ആചാരവും ഒക്കെ കൊള്ളാം ഇരുന്ന CK വിനീത് അവിടെ പോയി അത് അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നമ്മൾ കണ്ടിട്ടില്ല, അദ്ദേഹം കുളിച്ചില്ലെന്നാ പറയുന്നത്. കുളിച്ചു കാണും, അദ്ദേഹം ചുമ്മാ അവിടെ പോകത്തില്ലല്ലോ, ഇഷ്ടമില്ലാത്തത് ചുമ്മാ ആവത്തില്ല. അവിടെ പോയി അതിന്റെ കാര്യങ്ങളൊക്കെ അനുവദിച്ചിട്ട് വന്ന് ഇന്നലെ മാതൃഭൂമിയുടെ അക്ഷരമുറ്റത്തിനകത്ത് അദ്ദേഹം അദ്ദേഹത്തിന് കുളിക്കാൻ തോന്നിയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിപ്പോ എന്റെ പൊന്നഖിലെ, അദ്ദേഹത്തിന് കുളിക്കാൻ തോന്നിയില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹം കുളിച്ചേണ്ട ഫോട്ടോഗ്രാഫ്സ് ഒന്നും ഇല്ലല്ലോ. അയാൾ ഇവിടെ വന്ന് പറഞ്ഞതാണ്. ഞാനതാ പറയാൻ വന്നത്. അദ്ദേഹം ഇവിടെ വന്ന് ഇതുവരെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ, അദ്ദേഹത്തിന് ഇട്ടിരുന്ന പോസ്റ്റുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ ഇതിനെല്ലാം അനുകൂലമായിരുന്നു, അല്ലെങ്കിൽ ആചാരത്തിന് അനുകൂലമായിരുന്നു, ഭക്തി നിർഭരമായിരുന്നു. ഇന്നലെ മാതൃഭൂമിയുടെ അക്ഷരമുറ്റം പരിപാടിയില് ഇദ്ദേഹത്തിന് അത് പറയാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ അയാൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണെന്ന് നമുക്ക് തോന്നിയാൽ കുറ്റം പറയാനൊക്കത്തില്ല. കാരണം ഇവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ കുംഭമേളയ്ക്കകത്ത് ചൊറിച്ചിലുള്ളവരും ഗംഗയിലെ വെള്ളത്തിനകത്ത് ശുദ്ധി പോരാൻ തീരുമാനിക്കുന്നവരും ഒക്കെ ഉള്ളതും ആ പ്രചരണത്തിന് ഏറ്റവും കൂടുതൽ ആക്കമുള്ളതും അങ്ങനെ കേൾക്കുമ്പോൾ വലിയ സുഖമുള്ളതുമായിട്ടുള്ള ഒരു കാലം. അപ്പം അങ്ങനെ കേൾക്കുമ്പോൾ സുഖം കിട്ടി നാളെ കാലത്ത് എന്തെങ്കിലും ഒരു പരിഗണന ഇവിടെ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചേക്കുമെന്ന് വിചാരിച്ച് പറഞ്ഞതാണെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ ലഭിക്കട്ടെ, അതിനുവേണ്ടി പറഞ്ഞതായിരിക്കട്ടെ. പക്ഷേ അദ്ദേഹം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കുളിക്കുന്ന വെള്ളവും കുടിക്കുന്ന വെള്ളവും ഇത്രയും കാര്യങ്ങൾ തിരക്കി ജീവിക്കുന്ന ആളാകുമ്പോൾ, അത് കേരളത്തിലെ ആളാകുമ്പോൾ ഈ കേരളത്തിലെ ജലാശയത്തിലെയും കിണറുകളിലെയും ഒക്കെ വെള്ളത്തിന്റെ അവസ്ഥയാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇതിനെക്കാട്ടിലൊക്കെ വളരെ വലിയ രീതിയിൽ ശുദ്ധീകരിച്ച വെള്ളവും അങ്ങനെ ശുദ്ധീകരിച്ച വെള്ളം മാത്രമേ അവിടെ ഉപയോഗിക്കാൻ പാടുള്ളൂ തീരുമാനിച്ചിരിക്കുന്ന ഒരു ഭരണാധികാരിയും അതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും ഒക്കെയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും ഇദ്ദേഹത്തിന്റെ ചൊറി കുളിച്ചാലല്ല മാറുന്നത്, മനഃശുദ്ധി നല്ല രീതിയിൽ ചിന്തിച്ചാലേ മാറത്തുള്ളൂ. കുളിയുടെ പ്രശ്നമല്ല, അദ്ദേഹത്തിന്റെ മനസ്സിന്റെ പ്രശ്നമാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസ്താവന അദ്ദേഹത്തിന് തന്നെ തലവേദനയായിരിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.